പല സ്ഥലങ്ങളിലേക്കും നമ്മൾ യാത്ര പോകാറുണ്ട്. പാലക്കാട് വടക്കഞ്ചേരിയിലൊരു സ്ഥലമുണ്ട്, വാവുമല. അധികം ആരും അങ്ങനെ അറിയുന്ന സ്ഥലമല്ല, അങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമൊന്നുമല്ല. പക്ഷേ അവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. മഴ കൂടി പെയ്തതോടെ വാവുമലയിൽ നിന്ന് താഴ്വരെ നോക്കുമ്പോഴല്ലോ അതൊരു കാണേണ്ട കാഴ്ചയാണ്. ഇന്ന് നമ്മുടെ യാത്ര അങ്ങോട്ടാണ്. അങ്ങോട്ടൊന്ന് പോവാം. ചുറ്റും ഇങ്ങനെ റബ്ബർ കാട്ടിനുള്ളിലൂടെയാണ് വാവുമലയിലേക്ക് കയറുക. ഏകദേശം ഒരു 500 മീറ്റർ ഇങ്ങനെ കയറണം. അത് കഴിഞ്ഞാലാണ് മനോഹരമായ കാഴ്ച. അങ്ങനെ നടന്ന് നമ്മൾ വാവുമലയുടെ മുകളിലെത്തി. ഇനി ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം. കയറി വരുമ്പോൾ ഒന്ന് കിതയ്ക്കും, പക്ഷേ ആ കിതപ്പൊക്കെ ഇവിടുത്തെ കാറ്റ് മാറ്റും. ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ മോർണിംഗ് വാക്കിന് വരിക, കുറച്ച് നടക്കുക, അതിന് മുകളിൽ വന്നിരിക്കുക, വൈബ്, നല്ലൊരു കാറ്റ്, നല്ലൊരു അന്തരീക്ഷം. നമുക്ക് ഫ്രഷ്നെസ് ഇതിൽ കൂടുതൽ അതിൻ്റെ 100% ഫ്രഷ്നെസ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു വൈബാണ് നമുക്കവിടെ വരുമ്പോൾ കിട്ടുക. ബ്ലൂ മൂണൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു 10-200ഓളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈവനിങ് സമയങ്ങളിലൊക്കെ പരമാവധി ഫാമിലീസ് കയറി വരുന്ന കാര്യം. ഇവിടെ ഒരു ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഏകദേശം നൂറ്റാണ്ടുകളൊക്കെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും ഈ മലയുടെ മുകളിലെത്തുമ്പോൾ ഈ ഒരു പ്രതിഷ്ഠയും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു രസമാണ്. മനസ്സിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോസിറ്റീവ് വൈബ് ഇവിടുന്ന് കിട്ടും. ഇവിടെ ഇത് സാധകന്മാരുടെ സ്ഥലമാണ്. ഇരുന്ന് ജപിക്കാനും അതേപോലെ ധ്യാനിക്കാനും പറ്റിയ ഒരു അവസ്ഥയാണ്. ഇത് ചൂടാണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഇവിടെ അങ്ങനെ ചൂടേൽക്കില്ല. ക്ഷേത്രം എന്നതിലുപരി വരുന്ന ആൾക്കാർക്ക് ഈ പ്രദേശത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഭക്തർക്ക് ക്ഷേത്രത്തിൽ തൊഴുകാനും ആർക്കിയോളജിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ചരിത്ര പഠനം നടത്താനും എല്ലാം കൂടി വിശദമായിട്ടുള്ളൊരു സ്ഥലമാണിത് വാവുമല. വാവുമലയിൽ എല്ലാ തരത്തിലുള്ള കാഴ്ചകളുമുണ്ട്. ഭക്തിയും ഐതിഹ്യവും കെട്ടുകഥകളും പ്രകൃതി ഭംഗിയും അങ്ങനെ കെട്ടുപിണഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വന്ന് ഈ സ്ഥലത്ത് കുറച്ച് നേരമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മഴ കൂടി ലഭിക്കും. ആ മഴ കൊള്ളാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. മൽഗോഡ് സി മോഹനൊപ്പം